ശാന്തിനി രാഘവൻ ആരാ? നിങ്ങളാ? കയറിക്കോളൂ. അത് നമ്മളല്ലല്ലോ. അതിപ്പോ എപ്പോഴാ നമ്മളെ വിളിക്കണേ? ഒരു വിളിക്കൂ. ചിരിക്കാൻ വയ്യ. എടാ ചങ്ങായി, ഇവിടെ ഈ ഇതൊന്നുമില്ലേ, ഫാനൊന്നുമില്ലേ? മേശയും കൂടി അങ്ങ് വെച്ചുതരാ. കാണിക്കാൻ വന്ന് കണ്ടേ കാണിക്കു പോടും. എന്താ അവിടെ ഇരുന്ന് പറ വെറുക്കണേ? പറയേ ഡോക്ടറെ കാണാൻ വന്നതാ. ഡോക്ടറെ കാണാൻ വരാണ്ട് പിന്നെ ഇപ്പൊ ഇവിടെ ചന്തക്ക് വന്നതാ. കവിയാന്നങ്ങ് വിളിക്കൂ കേട്ടാ. വെറുതെ വർത്താനം പറയണ്ടേക്ക്. ആളട്ട് പോയിപ്പിക്കാണ് ഇവിടെ. പോയ 1 മണിക്കൂർ. എന്താ അവിടെ ചെയ്യണവര്? അവിടെ പല്ല് പറിക്ക. എന്തേ? ചെങ്ങായിനൊക്കെ ആരാശല്ലോ കൊണ്ടത്. എന്താണ് കാര്യം? പറയൂ. നീ പറ. പറയൂ. എന്താണ്? എന്താ പേര്? രാഘവൻ. രാജേട്ടാ, എന്താ കാര്യം പറഞ്ഞോളൂ. എന്താണ് വിളിക്കുന്നതാണോ? അത് ശരി. അപ്പം മാഡത്തിന് നാണോ? അല്ലെങ്കിൽ മാഡം പറഞ്ഞോളൂ, എന്താണ് കാര്യം? പറയൂ. അതെ, ഒരുപാട് പേഷ്യൻസ് പുറത്തുണ്ട്, വെയിറ്റിംഗ് ആണ്. പറയൂ, എന്താ പ്രശ്നം? പറയൂ. എനിക്ക് എന്താണ് ഇപ്പൊ വീണ്ടും വിശേഷം വല്ലതും ആയോ? അങ്ങനെ വല്ലതും ഉണ്ടോ? വിശേഷമൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കുട്ടി? അത് ശരി. ഇതിപ്പോ എന്താണ്, നല്ല പ്രായത്തിൽ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തില്ല? പിന്നെ ഇപ്പൊ വയസ്സാം കാലത്ത് കുട്ടി വേണമെന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരാൻ കാരണം? അതല്ല, കുട്ടികളുണ്ട്. 2 കുട്ടികളുണ്ട്. കുട്ടികളുണ്ടോ? അവര് കാനഡയിൽ സെറ്റിൽഡ് ആണ്. അത് ശരി. അവര് വിളിക്കലില്ല, അന്വേഷിക്കലില്ല, അവരായിട്ടൊരു ബന്ധമില്ല. അപ്പൊ ഈ വയസ്സാം കാലത്ത് ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ കുട്ടിയെ നോക്കി ഞങ്ങളെ നോക്കാനൊരു കുഞ്ഞുണ്ടാവുമല്ലോ. അത് ശരി. അപ്പം അതാണ് പ്രശ്നം. ഇതിപ്പോൾ എല്ലാ വീട്ടിലുള്ള പ്രശ്നമാണ്. ഒരു പ്രായം കഴിഞ്ഞാൽ കുട്ടികളെല്ലാം പുറത്ത് പോകുന്നു, വിദേശ രാജ്യങ്ങളിൽ പോകുന്നു, അച്ഛനമ്മമാർ ഒറ്റപ്പെടുന്നു. അപ്പം അതാണ് പ്രശ്നം. അതുകൊണ്ടൊരു കുട്ടി വേണം നിങ്ങളെ ഇനിയുള്ള കാലം നോക്കാനായിട്ടല്ലേ? ഇപ്പോൾ രാജേട്ടോ, എത്ര വയസ്സായി? എനിക്ക് 58. 58 വയസ്സായി അല്ലേ? മാഡത്തിന് 48. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ നോക്കാനായിട്ടാണ് ഒരു കുട്ടി വേണമെന്ന് നിങ്ങൾ പറയണം. അതെ. നമുക്കിപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തൊരു കുട്ടി ഉണ്ടായിന്ന് വെക്കുക. ആ കുട്ടിക്കൊരു 10 വയസ്സായി എന്ന് വെക്കും. 10 വയസ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രായം 48 എന്നുള്ളത് 58 ആവും. രാഘവൻ ചേട്ടൻ്റെ പ്രായം 58 എന്നുള്ളത് 68 ആവും. ഇപ്പോൾ നിങ്ങൾ കുറേ കൂടെ പ്രായമായി, നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയൊക്കെ കുറച്ചുകൂടെ മോശമാവും. അപ്പോഴേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, മനുഷ്യരാണ് നമ്മൾ, ഞാൻ പറയുകയാണ്, എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ 10 വയസ്സുള്ള കുട്ടി ഒറ്റപ്പെടും. അത് അനാഥനാവും അല്ലേ? അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരും ഒന്നുകൂടെ നല്ല പോലെ ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുക.